അണിയറകളിൽ അടക്കം പറച്ചിലായും ഇരകളുടെ മനസ്സിലും മാത്രമുണ്ടായിരുന്ന ഈ അനുഭവങ്ങളും നോവുകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ നാടറിഞ്ഞു തുടങ്ങി. നാട് ആ വേദനകൾ ഏറ്റെടുത്തു തുടങ്ങി. 4 വർഷത്തിലധികമായി സർക്കാരിന് ഇക്കാര്യങ്ങൾ മുഴുവനും അറിയാം, പൂർണ്ണമായും അറിയാം, എല്ലാം അറിയാം. എന്നിട്ടും ഇതുവരെ ചെറുവിരൽ അനക്കിയില്ല. വലിയ പോരാട്ടങ്ങൾക്കൊടുവിൽ വിവരാവകാശ കമ്മീഷൻ വടിയെടുത്തതിന് പിന്നാലെ, കോടതി പറഞ്ഞതിന് പിന്നാലെ റിപ്പോർട്ട് സർക്കാരിന് പുറത്തുവിടേണ്ടി വന്നു. എന്നിട്ടും കേസെടുക്കേണ്ടേ എന്ന ചോദ്യത്തിന് പല ന്യായീകരണങ്ങളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് കാണട്ടെ, റിപ്പോർട്ട് പഠിക്കട്ടെ, പരാതി കൊടുത്തവർ വരട്ടെ. അതിനെയാണ് ഇന്ന് ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞത്. സ്ത്രീപക്ഷ സർക്കാരെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സർക്കാരിനോട് ചായം തേച്ചും നല്ലവനായി നടിക്കുന്ന ക്രിമിനലുകളുടെ ചെയ്തികളെല്ലാം അറിഞ്ഞിട്ടും പൂഴ്ത്തിവെച്ച സർക്കാരിനോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുകയാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സർക്കാരിൻ്റെ നിലപാട് എന്താണ്? സ്ത്രീ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് ഒരു കൂട്ടം പരാതികൾ കയ്യിലിരിക്കുമ്പോൾ സർക്കാർ സമ്മർദ്ദത്തിലോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യം ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവരാണ് ഇന്ന് ഈ ഹർജി പരിഗണിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി സ്വീകരിക്കുകയും ചെയ്തു. മൻറ്റാമസ് റിട്ട് ഹർജി സ്വീകരിച്ച ഹൈക്കോടതിയിൽ ഇന്ന് സംഭവിച്ചത് എന്താണ്? പരാതിയുള്ളവർക്ക് പോലീസിനെയോ മജിസ്ട്രേറ്റ് കോടതിയോ സമീപിക്കാമെന്നതാണ് സ്റ്റേറ്റിന്റെ നിലപാടായി AG ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചത്. സർക്കാരിനോട് കോടതിയുടെ ചോദ്യം, ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? ക്രിമിനൽ കുറ്റം വെളിവായിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നു. ഈ റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നു എന്നതിൻ്റെ തെളിവുണ്ടോ എന്നാണ് AGയോട് ഹൈക്കോടതിയുടെ ചോദ്യം. ജുഡീഷ്യൽ കമ്മീഷനല്ല, ജുഡീഷ്യൽ കമ്മിറ്റിയാണ് നിയോഗിച്ചിരിക്കുന്നതെന്ന് സർക്കാർ പറയുന്നു. ഇതൊരു ജുഡീഷ്യൽ കമ്മിറ്റിയോ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം നിയുക്തമായിരിക്കുന്ന ഒരു കമ്മിറ്റിയോ അല്ല. ഇതൊരു സാധാരണ കമ്മിറ്റി മാത്രമാണെന്നും ആ കമ്മിറ്റിയുടെ വിവരങ്ങൾ പുറത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലെന്നുമാണ് ഇന്ന് ഹൈക്കോടതിയിൽ AG വാദിച്ചതിൻ്റെ അർത്ഥം. കമ്മിറ്റി റിപ്പോർട്ട് ഗൗരവത്തിലുള്ളതല്ലേ എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിക്കുന്നു. കുറ്റകൃത്യം വെളിപ്പെടുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ സമ്മതിക്കേണ്ടി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്റ്റേറ്റ് തന്നെ പറയുന്നു ഒരു കുറ്റകൃത്യം ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകളാക്കപ്പെട്ടത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ഇരയാക്കപ്പെട്ട മനുഷ്യരെല്ലാവരും സ്വാധീനശേഷിയുള്ളവരാണോ? അല്ല, അവരിൽ പലരും സ്വാധീനശേഷിയുള്ളവരാണ്. പലരും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചലച്ചിത്ര മേഖലയിലെ തൊഴിൽ ബാൻ നേരിട്ട മനുഷ്യരുമാണ്. പരാതിയുമായി അവർ മുന്നോട്ട് വരണമെന്നില്ല. അത് തന്നെയല്ലേ ഭാരത് ന്യായ സംഹിതയിൽ പറയുന്നതെന്ന് ഹൈക്കോടതിയുടെ മറ്റൊരു ചോദ്യം. പരാതിയുള്ളവർ നൽകിയാൽ നടപടിയെടുക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചുവെന്ന് AG. ഏത് AG? നമ്മളുടെ സർക്കാർ തന്നെ ഈ കേസിൽ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് വെളിപ്പെട്ടുവെന്ന് ഹൈക്കോടതിയിൽ പറയുന്ന അതേ AG പറയുന്നു, പരാതിയുള്ളവർക്ക് മജിസ്ട്രേറ്റിന് മുന്നിലോ പോലീസിലോ വന്ന് പരാതി കൊടുക്കുന്നതിന് തടസ്സമില്ല. അത് പറയാൻ ഒരു AGയുടെ ആവശ്യമുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം. അതല്ലേ ഈ നാട്ടിലെ നിയമം? അതുമാത്രമാണോ ഈ നാട്ടിലെ നിയമം? ഭാരത് ന്യായ സംഹിതയുടെ 199 അനുസരിച്ച് ഇത്തരമൊരു കുറ്റകൃത്യം, ഒരു കോഗ്നിസിബിൾ ഓഫൻസ് നടന്നിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരു പബ്ലിക് സർവൻറ്റിന് ബോധ്യപ്പെട്ടാൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ആ പബ്ലിക് സർവൻറ്റ് നിറവേറ്റിയില്ലെങ്കിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാമെന്നതല്ലേ? ആ AG ആണ് പറയുന്നത് കുറ്റകൃത്യത്തെക്കുറിച്ച് ഈ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു, പക്ഷേ ആ കുറ്റകൃത്യത്തിനിരയായിട്ടുള്ളവർ പരാതിയുമായി വന്നാൽ പോലീസിനെയോ മജിസ്ട്രേറ്റ് കോടതിയോ സമീപിക്കാം. അന്വേഷണം സാധ്യമാണോ എന്ന് പരിശോധിക്കൂ എന്ന് ഹൈക്കോടതിയുടെ പരാമർശം വരുന്നതിന് മുൻപ് പ്രാഥമിക അന്വേഷണം നടക്കേണ്ടിയിരുന്നു എന്ന് ഒരിക്കൽ കൂടി സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയാണ് ഹൈക്കോടതി. സമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ലേ എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. നേരിട്ട് കേസെടുക്കാനാകുമോ എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിക്കുന്നു. സ്വമേധയാ ഈ കേസിൽ കേസെടുക്കാൻ കഴിയില്ലേ? പോക്സോ അടക്കമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ, ക്രൂരമായ ലൈംഗിക കുറ്റകൃത്യത്തിൻ്റെ വിവരങ്ങൾ സർക്കാരിൻ്റെ പക്കലുണ്ടെങ്കിൽ സ്വമേധയാ കേസെടുക്കാൻ എന്തു നിയമ തടസ്സമെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. സിനിമയിലെ സ്ത്രീകളും പുരുഷന്മാരും ഇരകളായിട്ടുണ്ട് എന്ന് സർക്കാർ, സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, പുരുഷന്മാരും ഇരകളാക്കപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നു. കേസെടുക്കാൻ കഴിയുമല്ലോ എന്ന് ഹൈക്കോടതിയുടെ മറുചോദ്യം. പോക്സോ കേസിൽ നേരിട്ട് കേസെടുക്കാൻ കഴിയുമെന്ന് AG പറയുന്നു.
അപ്പോൾ പോക്സോ അല്ലാത്ത കേസുകളിൽ നേരിട്ട് കേസെടുക്കുന്നതിന് തടസ്സമുണ്ടോ എന്ന മറുചോദ്യം. ലൈംഗിക കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ടോ എന്ന് കോടതി. അതിജീവിതർ മുന്നോട്ടു പോകാൻ തയ്യാറാണോ എന്ന് പരിശോധിക്കണമെന്നും കോടതിയുടെ വാദം. സ്വകാര്യത ഉൾപ്പെടുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് സർക്കാരിന്റെ മറുവാദം. മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതിയും പറയുന്നു. ലൈംഗിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വെളിപ്പെടുത്തലുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് നിരവധി പ്രശ്നങ്ങൾ ഉയർന്നിട്ടുണ്ടെന്ന് കോടതിയുടെ കണ്ടെത്തൽ. ക്രിമിനൽ നടപടി അനിവാര്യമോ എന്ന് അറിയിക്കണമെന്നും കോടതി സർക്കാരിനോട്. അതിജീവിതരെ എങ്ങനെ സംരക്ഷിക്കാനാവുമെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ മറുപടി നൽകണം. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സീൽഡ് കവറിൽ ഹാജരാക്കണം. അതായത് ഇതേവരെ കമ്മിറ്റിയുടെ പക്കൽ മാത്രമുണ്ടായിരുന്ന, സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര വകുപ്പിന്റെ ലോക്കറിൽ മാത്രമുണ്ടായിരുന്ന ഈ റിപ്പോർട്ടിന്റെ സമഗ്ര രൂപം പൂർണ്ണമായും ഇനി ഹൈക്കോടതിയുടെ കയ്യിലെത്തും. ഹൈക്കോടതി ആ റിപ്പോർട്ട് കാണും. അതിലെ കുറ്റകൃത്യങ്ങൾ ഹൈക്കോടതിക്ക് ബോധ്യപ്പെടും. ഹൈക്കോടതി ഇനി ഓരോരോ കേസുകളായി എടുക്കാൻ ആവശ്യപ്പെട്ടാൽ സർക്കാർ ഇതുവരെ അടയിരുന്ന ഈ റിപ്പോർട്ടിൽ ഈ കുറ്റകൃത്യങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും ആ കുറ്റകൃത്യങ്ങൾക്ക് മേൽ സർക്കാർ അടയിരുന്നുവെന്നും ഒരു വിമർശനം വന്നാൽ സർക്കാരിന് തള്ളിക്കളയാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. സർക്കാരിൻ്റെ നിലപാട് അറിയിക്കണമെന്നും ഇന്ന് ഹൈക്കോടതി പറയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ സർക്കാർ നിലപാട് അറിയിക്കണമെന്ന് പറഞ്ഞതോടുകൂടി നിങ്ങൾ എന്താണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എടുത്തത്? കുറ്റകൃത്യങ്ങൾ വെളിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേസെടുത്തുകൂടെ എന്ന് ഗൗരവമേറിയ ചോദ്യം. 3, ഈ റിപ്പോർട്ടിന്റെ സമഗ്ര രൂപം ഇനി ഹൈക്കോടതിയിൽ എത്തുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പക്ഷേ സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. ഹൈക്കോടതി എന്ത് പറഞ്ഞാലും നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാനല്ല, സർക്കാർ നയം രൂപീകരിക്കാനാണ് കോൺക്ലേവ് നടത്തുന്നത്. സിനിമാ മേഖലയുടെ സമഗ്ര പുരോഗതിയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഏത് മന്ത്രി? 4.5 വർഷക്കാലം ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്ന സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി. ആ മന്ത്രിയാണ് പറയുന്നത് കോടതി പറഞ്ഞാൽ എന്തും ചെയ്യാം. കോടതി പറഞ്ഞാൽ മാത്രം ചെയ്യാൻ ഒരു സർക്കാർ എന്തിനാണ് എന്നതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. മന്ത്രി പറഞ്ഞത് കേൾക്കാം. ഇപ്പോൾ ഈ റിപ്പോർട്ട് ഗൗരവമുള്ളതാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ലല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം. ഗവൺമെൻറ് അതിന് തയ്യാറാണ്. ഒന്നും ഗവൺമെൻറ് മറച്ചു വെക്കാനില്ല. നടപ്പാക്കുന്നതിന് ഗവൺമെൻറ് തടസ്സമില്ലല്ലോ. ഗവൺമെൻറ് ഒന്നിനും എതിരല്ല. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ പരാമർശങ്ങളും ഹൈക്കോടതിനെ പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ഹൈക്കോടതി എന്താണോ ഡയറക്ഷൻ തരുന്നത് അത് ഗവൺമെൻറ് നടപ്പാക്കും. കോൺക്ലേവ് എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമാ നയം, ഭാവിയിലെ കേരളത്തിലെ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിസ്കഷൻസ് ആണ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ആരുമായിട്ടെല്ലാം ചർച്ച ചെയ്യണോ അവരെല്ലാം ഈ കോൺക്ലേവിൽ പങ്കെടുക്കും. ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ 24 ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ കോൺക്ലേവിൻ്റെ ഭാഗമായി പോളിസിയിലേക്ക് വരണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, കോൺക്ലേവ് വേറെ, ഇത് വേറെ. Debate with Arun Kumar.